വേഷപ്പകർച്ചൽ ചെയ്ത മമ്മൂട്ടി ഇനി എന്ത് എന്ന് ചോദിക്കുന്നിടത്ത് മമ്മൂട്ടി എടുത്തു വെക്കുന്ന ഒരു സാധനമാണ് പ്രമേയുഗം. കാരണം പരീക്ഷണ ചിത്രം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മമ്മൂട്ടി ചെയ്യുന്നത് എന്താണോ അതാണ് ഇനി പുതിയ സിനിമാ ലോകത്തേക്കുള്ള പുതിയൊരു വാതിൽ. ഇനി കളർ എന്ന് പറയുന്നത് ഇനി മോണോക്രോമാണ്. ഒരു സിനിമയുടെ ഒരാൾക്കാരുമോ ഒരു PR ടീമോ ആരും ഒന്നും ആവശ്യപ്പെടാതെ തന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ കാണുന്ന കളർ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? കാരണം മമ്മൂട്ടി അങ്ങനെ ഒരു കാര്യം എടുത്തിരിക്കുമ്പോൾ നമ്മൾക്കറിയാം, മമ്മൂട്ടി പ്രസ് മീറ്റിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നമ്മളെ കൈവിടരുത്, ജനങ്ങൾ ഒരിക്കലും കൈവിടില്ല. ബേസിക്കലി ഞാനൊരു മോഹൻലാൽ ഫാനാണ്. പക്ഷെ ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമകളിലൂടെയാണ്. ഏത് നടന്മാരുടെയും എല്ലാത്തരം നടന്മാരുടെ ഫാനിസം മാറ്റിവെച്ച് ഈ സിനിമ വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എങ്കിലും മാത്രമാണ് നമുക്ക് പുതിയ പുതിയ രീതിയിലുള്ള സേഫ് സോണിൽ അല്ലാത്ത പടങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പുത്തൻ അനുഭവങ്ങൾ തരുന്നത്. നല്ല പടം, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. അമ്മക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാ, പേടിപ്പിക്കും. ഇഷ്ടപ്പെട്ടു. അടിപൊളിയാ, ഒരു വിഷയമില്ലായിരുന്നു. അടിപൊളിയാ. അർജുന അശോകൻ ശരിക്കും പുള്ളിക്ക് മിസ് ചെയ്തു. നല്ല പടം, ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു എന്താ പറയാ, ഒരു പഴയ കാലത്തേക്ക് ഉള്ളൊരു തിരിച്ചു നോക്കേണ്ടി മതി. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു സ്റ്റോറി ടെല്ലിംഗ് മൂവിയാണ്. പക്ഷെ അതൊരു മാന്ത്രികമായിട്ട് മമ്മൂട്ടിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. മമ്മൂട്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്തൊരു ലെവലിലേക്ക്, അതൊരു കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ ഒരു സസ്പെൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിലെ സസ്പെൻസ് വരുന്നത് ആ ഒരു കഥാപാത്രത്തിന്റെ എൻട്രിയോടുകൂടിയാണ്. അത് മമ്മൂട്ടി എന്നല്ല, ആ ഒരു കഥാപാത്രം ഇതുവരെയായിട്ട് ആരും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണം. അങ്ങനെ ഒരു കഥാപാത്രം. വാലിബം തിയേറ്ററിൽ കുലുക്കെന്ന് പറഞ്ഞാൽ കുലുക്കില്ല, പക്ഷെ ഇത് ബ്രഹ്മയുഗം കുലുക്കോ? ബ്രഹ്മയും അങ്ങനെ കുലുക്കാൻ പോലുള്ള പടമൊന്നുമല്ല. പെർഫോമൻസ് വൈസ് മമ്മൂട്ടി തകർത്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. അതൊരു ബ്രഹ്മയുഗം തന്നെയാണ്. മമ്മൂട്ടി നടൻ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ? കാതലിലൊക്കെ ഭയങ്കര ഞെട്ടിച്ചല്ലോ. കാതലിനെക്കാട്ടി ഞെട്ടിച്ചിട്ടുണ്ട്. കാതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പടം ആ ഒരു ബേസിൽ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ബേസ് മമ്മൂട്ടിയുടെ ഇടിവെട്ട് പടമാണ്. ആ തരത്തിലാണ് ഈ തിയേറ്ററിൽ കുലുക്കിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ അഭിനയം കൊണ്ട്. അടിപൊളിയാണ്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് പടം നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതൊരു പെട്ടെന്ന് മടുപ്പായി തോന്നിയത്. പക്ഷെ മമ്മൂട്ടിയുടെ പെർഫോമൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും തന്നെയാണ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെർഫോമൻസ് മമ്മൂട്ടി തന്നെയാണ്. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. മമ്മൂട്ടിയുടെ ഒരു ഞെട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തിയേറ്റർ കുലുക്കാന്ന് പറയുന്നത്. ആ മമ്മൂട്ടിയുടെ അഭിനയം കൊണ്ട് തിയേറ്റർ കുലുക്കും.